Hello guys, welcome back to my YouTube channel. It's me MPTECHY. എന്നാൽ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ തംബ്നെയിലുണ്ടല്ലോ തന്നെ നിങ്ങളുടെ എന്താ പറയുക ലാപ്ടോപ്പ് നിങ്ങൾ ഗെയിമിങ് ചെയ്യുമ്പം അത് ചാർജിലിടണോ എന്നുള്ള എൻ്റെ ഒരു സ്പെഷ്യൽ ഡൗട്ടായിരുന്നു. അതിന് ഞാൻ കുറേ റിസർച്ച് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് കണ്ടുപിടിച്ചു ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട്. അതായത് ഞാൻ കണ്ടുപിടിച്ചപ്പോൾ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ ആദ്യം തന്നെ യൂട്യൂബിൽ കയറി തപ്പി എനിക്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള മീൻസ് ശരിക്കുള്ള എനിക്ക് ആവശ്യമുള്ള എന്താ വെച്ചാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. മീൻസ് യൂട്യൂബൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഒരാളുണ്ട് നമ്മുടെ ശരത് നിയോടെക്. അന്നേരം ചേട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പ്രാക്ടിക്കലല്ല, ജസ്റ്റ് ഹാർഡ്വെയർ വെച്ച് നമുക്കെല്ലാം ഡീറ്റെയിൽ ചെയ്ത് തരുമായിരുന്നു. കാണാതെ അത് പോയി കണ്ടോളൂ. ഇതും കാണണം കേട്ടോ, ഇത് കണ്ടിട്ട് അത് പോയി കണ്ടോളൂ. എന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അത് ഹാർഡ്വെയർ ടൈപ്പാണ്, ഞാനിത് സോഫ്റ്റ്വെയർ അങ്ങനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇത് എക്സാമ്പിൾ വെച്ചാണ് പറയുന്നതെന്ന് അർത്ഥം. അതിന് തന്നെ നമുക്ക് നേരെ കണ്ടന്റിലോട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് ഉണ്ടോ? ഓക്കെ, ഉണ്ടെന്നാണെങ്കിൽ ഓക്കെ, PC ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലാപ്ടോപ്പിലാണ് നമ്മൾ ഇന്നത്തെ കണ്ടൻറ്റ്. അന്നേരം ലാപ്ടോപ്പ് നിങ്ങൾ ഗെയിമിങ് ചെയ്യാറുണ്ടോ? ഗെയിമിങ് ചെയ്യുമ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. FPS അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ഫ്രെയിം റേറ്റ് പെർ സെക്കൻഡ് എന്നാണ്. അത് കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്തിട്ടുണ്ടോ ഇതുവരെയും? അല്ല ഏതായാലും യൂട്യൂബർ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. അല്ലാത്തവർക്ക് ഇച്ചിരി പാടായിരിക്കും, ബട്ട് മനസ്സിലാവും, ഞാൻ മനസ്സിലാക്കി തരും. അന്നേരം ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഓക്കെ, ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കാര്യം നമ്മളിപ്പം എന്താ പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ദേഹത്ത് ഒരു ലോഡ് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ആ പുള്ളിക്കാരൻ ഉച്ചയ്ക്കൊന്ന് ഇപ്പം രാവിലെ മുതൽ ഉച്ച വരെ പണിയെടുക്കുകയാണ്. ഉച്ച കഴിഞ്ഞിട്ട് കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല. ഒരു ഉച്ച 1 മണി കഴിഞ്ഞു, 2 മണി കഴിഞ്ഞു ധരിച്ചു. ആ പുള്ളിക്കാരൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ തലയിലോട്ട് നല്ല 4-5 കിലോ വെയിറ്റുള്ള സാധനമൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. പുള്ളിക്കാരന് എനർജി ഇല്ല, അത് കൊണ്ടുപോകാനുള്ള എനർജി ഇല്ല. ആ എനർജി ഇല്ലാത്ത പുള്ളിക്കാരൻ ആ പകുതിയാകുമ്പോഴത്തേന് ഒന്നെങ്കിൽ പുള്ളിക്കാരൻ തളർന്നു വീഴും, അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാവും. ഷുവറാണ്, ഉറപ്പാണത്. എന്തെങ്കിലുമൊക്കെ ആ മനുഷ്യന് എന്തെങ്കിലും പ്രശ്നം വരും. കാര്യം വിശന്ന് ഒന്നും കഴിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് അന്നേരം നിങ്ങൾക്ക് ആ ഒരു കാണുമ്പോൾ ഒരു ദയ, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ആ അവസ്ഥ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇപ്പം മുതലാളി നല്ല സ്ട്രിക്റ്റ് ആണെങ്കിൽ നല്ല പ്രശ്നം വരും. എനിക്കൊന്നും ചെയ്യാൻ ഒന്നും പറ്റത്തില്ല, വയ്യാതാവും, പിന്നെ അതിന് വേറെ വിഷയമൊക്കെ ആവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ലാപ്ടോപ്പിന് നമ്മുടെ കമ്പനി ബാറ്ററി ഉണ്ടല്ലോ, ബാറ്ററിയിൽ നിന്ന് പെർ മിനിറ്റ് അല്ലെങ്കിൽ എന്നെ ചെയ്താലും ഒരു ആപ്പ് എടുക്കുന്ന യൂസേജ് ഉണ്ടല്ലോ, അല്ലെ യൂസേജ് എടുക്കുമ്പം നമ്മുടെ ഹാർഡ്വെയർ അതിനകത്ത് യൂസ് ആവുമല്ലോ. ഇപ്പം നമ്മുടെ CPUക്കകത്ത് ഗ്രാഫിക്സ് കാർഡ്, നമ്മൾ ഗെയിം കളിക്കുമെന്ന് വെച്ചാൽ ഗെയിമിനാണല്ലോ കണ്ടൻറ്റ്, നമ്മൾ ഗെയിം കളിക്കും. അന്നേരം ഗ്രാഫിക്സ് കാർഡിൽ നിന്നാണ് വീഡിയോ പ്ലേ ചെയ്യാൻ, റെൻഡർ ചെയ്യാനുള്ള ഇതെടുക്കുന്നത്, വീഡിയോ റെൻഡർ ചെയ്യാൻ അല്ലെ FPS ആവുന്നത്. അന്നേരം അത് ചെയ്യുന്നോണ്ടിരിക്കാനിടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള എനർജി ഇല്ല, നിങ്ങളൊന്ന് രാവിലെ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. അന്നേരം നിങ്ങൾക്ക് വലിക്കാനുള്ള പ്രഷർ അത്രയും താങ്ങാൻ പറ്റത്തില്ല, എളുപ്പം പണി കിട്ടും, അല്ലെ ദേഹത്തിനൊക്കെ നല്ല തളർച്ച, കൈക്കൊക്കെ പ്രശ്നം വരും. അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ ബാറ്ററി ഒരു പെർസെൻറ്റേജ് അളവ് കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്ററി ഇന്ന സാധനത്തിന് ഇത്ര മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ മാത്രമല്ല നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഫുൾ പെർസെൻറ്റേജ് ഓരോത്തിനും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാറ്ററി പോരായിരിക്കും. കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഈ ലാപ്ടോപ്പ് Acerൻ്റെ Aspire 7 ആണ്. എൻ്റെ റിവ്യൂ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ കയറി നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ വരും. മേടിക്കാത്തവരുണ്ടെങ്കിൽ പോയി മേടിച്ച് നോക്കുക, അടിപൊളി ഒരു സാധനം തന്നെയാണ്. ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് മീൻസ് Ryzen 5 ആണിത്, 5500U ആണിത്. 00H വരുന്നുണ്ട്, അതാണ് ഹൈ പെർഫോമൻസ് ആണ്. അത് പോയി മേടിച്ചാൽ കിട്ടുമായിരിക്കും, ട്രൈ ചെയ്ത് നോക്കുക, മേടിക്കുക. ഓക്കെ, നമുക്ക് പറയാൻ കണ്ടന്റിലോട്ട്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഉണ്ട് ഇതിൻ്റെ ലാപ്ടോപ്പിന്. ഓക്കെ, കീബോർഡ് ഉണ്ട്, പിന്നെ ട്രാക്ക് പാഡ് ഉണ്ട്, അല്ലെ മൗസിൻ്റെ പോലത്തെ ഉണ്ട്, മലയാളത്തിൽ മനസ്സിലാവാൻ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതുണ്ട്, വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, ക്യാമറ ഉണ്ട്, പിന്നെ
ഇപ്പോൾ നമ്മൾ വെളിയിലോട്ട് എക്സ്റ്റൻഷൻ എടുക്കുക, വേറെ മോട്ടറിലോട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനുണ്ട്. അത് കഴിഞ്ഞ് CPU എടുക്കും, GPU എടുക്കും, പിന്നെ RAM എടുക്കും. റാമിനും വർക്ക് ചെയ്യണമെങ്കിൽ വേണമല്ലോ, റാം എടുക്കും. പിന്നെ എന്നാ ഹാർഡ്വെയർ സോറി ഗൈസ്, നമ്മുടെ HDD എടുക്കും, അല്ലെ SSD എടുക്കും, ഹാർഡ് ഡ്രൈവ് എടുക്കും. അതിനെയാണ് പറഞ്ഞത് HDD അല്ലെ SSD അവരെടുക്കും. ഇത്തരം 10-15 കാര്യങ്ങളോളം എടുക്കും. അതുകൂടാതെ മദർ ബോർഡ് എടുക്കും. അങ്ങനെയുള്ള കാര്യം നമ്മളൊക്കെ മറന്നുപോയി. ഓക്കെ, എന്തുകൊണ്ടും ഇത്രയും കാര്യം എടുക്കുമ്പം നമ്മുടെ ബാറ്ററി ഇത്ര % മാത്രം കൊടുക്കാവുന്നത് കമ്പനിക്കാർ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. കമ്പനിക്കാർ ഒരിക്കലും ഫുള്ള് % ഇന്നതിന് കൊടുത്തോളാൻ പറയത്തില്ല. ഇന്ന ശതമാനം മാത്രമേ കൊടുക്കാവൂന്ന്. കാര്യം ഇന്ന ശതമാനം മാത്രം കൊടുക്കുമ്പോഴേ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം ഇപ്പം ഈ ലാപ്ടോപ്പ് 3 മണിക്കൂറൊക്കെ കിട്ടും മാക്സിമം ബ്രൗസിങ്ങിന്. ഓക്കെ, 3 മണിക്കൂർ കിട്ടും. ഞാനാണെങ്കിൽ അതിനെ ജസ്റ്റ് ഇപ്പോൾ അവർ ഫുള്ള് ഓരോരുത്തർ വിഷയത്തിന് കൊടുത്തോളാൻ പറയുവാണ്. ഡിസ്പ്ലേക്ക് ചുമ്മാ വാരി കൊടുത്തേക്കണം. ഞാനിപ്പോൾ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടു. 1 കിൻഡൽ വലിച്ചു വാരി എനിക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജ് അന്നേരം ഒറ്റ പോക്കായിരിക്കും. അതിനുവേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അന്നേരം നമ്മുടെ ഏറ്റവും കൂടുതൽ GPU അല്ലെ CPU ആണ് നമ്മുടെ ബാറ്ററി വലിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാത്തിനേക്കാളും. അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് പ്ലഗ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗെയിമിങ് ചെയ്യാവും. കാര്യം അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്, റെൻഡറിങ്, ഹൈ പെർഫോമൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററിക്ക് വിഷയം വരും. കോസസാണ്, ബാറ്ററിക്ക് വിഷയം വരും. പിന്നെ നമ്മുടെ ഡിവൈസ് മീൻസ് ഹാർഡ്വെയറിന് വിഷയം വരും. പിന്നെ ഇപ്പം ബാറ്ററിയിൽ അത് ചാർജ് ആവുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂളിംഗ് ഫാൻ ഉണ്ടല്ലോ, കൂളിംഗ് ഫാനിനുണ്ട് കേട്ടോ. അന്നേരം 11-15 കാര്യം ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. കൂളിംഗ് ഫാന് വർക്ക് ആവത്തില്ലെന്നല്ല, കുറച്ചേ വർക്കാവും. നിങ്ങളുടെ കൂളിംഗ് ഫാൻ ഒരിപ്പം 100 കിലോമീറ്റർ സ്പീഡിൽ കറങ്ങുന്നുണ്ട് എക്സാമ്പിൾ. ഓക്കെ, കറങ്ങുവാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പം. പക്ഷേ നിങ്ങളിപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടല്ല ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 70 കിട്ടത്തുള്ളായിരിക്കണം എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച്. കാര്യം അത്രയും നമ്മുടെ ബാറ്ററി കൊടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. നിങ്ങളുടെ ശരീരം നിങ്ങൾക്കൊരു എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പവർ കൊടുക്കുക. ഇപ്പോൾ നമ്മളെ കൈ എനിക്കിപ്പോൾ നിങ്ങൾ പോട്ടെ, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ഒരു 50 ചാക്കിനൊക്കെ കിലോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ. എന്തേലും ആയിക്കോട്ടെ, അരി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ തലയിലോട്ടോ അല്ലെ ദേഹത്തോട്ടോ അല്ലെ കൈ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോവുക. 100 കിലോയുടെ ചാക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പാടല്ലേ. അതുപോലെ തന്നെയാണ് ഇതിന് അല്ലെ കഴിക്കാനൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പാടായിരിക്കും. അന്നേരം ഇതിന് സഫീഷ്യൻറ്റ് സാധനം കൊടുത്താലേ അല്ലെ അതിന് ആവശ്യമുള്ള അത്രയും എനർജി കൊടുത്താലേ ഇത് നമുക്ക് ആവശ്യമുള്ള അത്രയും തിരിച്ചു തരത്തുള്ളൂ, നമുക്ക് റെസ്പോണ്ട് തരത്തുള്ളൂ. അതിനാണ് ഇതിനെ പറയുന്നത് ഗെയിമിങ് ചെയ്യുമ്പം നമുക്ക് ലാപ്ടോപ്പ് ചാർജ് ചെയ്യണമെന്ന്. ഇതിന് ഏറ്റവും വലിയ ഡെഫിനിഷൻ നല്ല രീതി എക്സ്പ്ലെയിൻ ചെയ്ത്, ഇംഗ്ലീഷിലാന്നേ ഉള്ളൂ, നിങ്ങൾക്ക് നല്ല രീതി എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ ലൈൻ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടി എൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നേരെ പോകും നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോയി ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല രീതി മനസ്സിലാവും. ഓക്കെ, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കമ്പനി തന്നെ പറയുന്നുണ്ട്, ഏത് കമ്പനി ആയാലും പറയുന്നുണ്ട് നിങ്ങൾ ഗെയിമിങ് ചെയ്യുമ്പം ചാർജ് ചെയ്തുകൊണ്ട് കളിക്കാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ഗെയിമിങ് ക്യാൻ റിയലി ഡ്രെയിൻ ദ ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി എത്രമാത്രം ഡ്രെയിൻ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം എളുപ്പം ഡ്രെയിൻ ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം ഗെയിമിങ് ചെയ്യുമ്പം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ CPU ആൻഡ് GPU ആണ്. അത് ഭയങ്കരമായിട്ട് വർക്ക്